നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. രാവിലെ നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. അവിടെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള കുട്ടിക്കാനം കട്ടപ്പന പാത പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി അവിടെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഒരു ബോളിവുഡ് താരം മിലിൻ സോമൻ നയിക്കുന്ന ഹിൽ ഹൈവേ റൺ അത് നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. വലിയ തോതിൽ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായി വലിയ പങ്കാളിത്തത്തോടുകൂടി അത് ബൈക്ക് റൈഡർമാരും സൈക്ലിംഗ് താരങ്ങളും സ്കേറ്റർമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഹൈവേ റണ്ണാണ് അവിടെ നടക്കുന്നത്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി ഇത്തരത്തിലൊരു ഹൈവേ റൺ നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. കുട്ടിക്കാനം മരീൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. കുട്ടിക്കാനത്ത് അവിടെ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 20 കിലോമീറ്റർ ദൂരമാണ് മിലിൻ സോമൻ ഓടുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതാ ബൈക്ക് റൈഡർമാർ, റോളർ സ്കേറ്റിംഗ്, സൈക്ലിംഗ് താരങ്ങൾ, ബുള്ളറ്റ് റൈഡർമാരൊക്കെ ഈ റണ്ണിൽ അണിനിരക്കുന്നുണ്ട്. ഈ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ചപ്പാത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണവുമുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും. മലയോര തുരങ്കപാതയുടെ പ്രഖ്യാപനം മന്ത്രി കെ എൻ ബാലഗോപാലും നടത്തും. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. മിലിൻ സോമൻ മുഖ്യാതിഥിയായി ഉണ്ടാവുകയും ചെയ്യും. ഡാനി ഇപ്പോൾ ചേർന്ന് വിവരങ്ങളുമായി. ഡാനി, ഈ മലയോര ഹൈവേ അത് വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയായി അവതരിപ്പിക്കുന്നു. സർക്കാർ കുട്ടിക്കാനത്ത് നിന്ന് റൺ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർ പങ്കെടുക്കുന്നുണ്ട്. ഡാനി, എങ്ങനെയുണ്ട് പങ്കാളിത്തം? എൽദോ, വലിയ പങ്കാളിത്തമാണ് ഉള്ളത്. കാരണം ഒരു അഭിമാന പദ്ധതിയുടെ ഭാഗമാകുന്നു. പ്രത്യേകിച്ച് അത് ഒരു മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1332 കിലോമീറ്ററാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ കട്ടപ്പന ഇടുക്കി കുട്ടിക്കാനം കട്ടപ്പന റൂട്ട് ഏതാണ്ട് 40 കിലോമീറ്റർ പിന്നിടുന്ന ആ ഭാഗം അതിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു പ്രചരണാർത്ഥമാണ് ഇങ്ങനെയൊരു ഒരു മാരത്തൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 20 കിലോമീറ്റർ ദൂരം വരുന്ന മാരത്തൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ഇതില് വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവം, വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ട്. അതിന്റെ ഒരു പ്രചരണാർത്ഥമാണ് ഇപ്പോൾ ബോളിവുഡ് താരവും അതോടൊപ്പം തന്നെ ഈ ഫിറ്റ്നസ് രംഗത്ത് തന്നെ പ്രമുഖനായ മിലൻ സോമൻ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നിന്ന് ഈ കട്ടപ്പനയിൽ നിന്ന് മരിയൻ ക്യാമ്പസിൽ നിന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദീർഘദൂര 20 കിലോമീറ്റർ വരുന്ന ഓട്ടം ഇത് ആരംഭിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവം ഇതിനുണ്ട്. നവീകരിച്ച പീരുമേട് ദേവികുളം മലയോര ഹൈവേയുടെ ഭാഗമായ കുട്ടിക്കാനം ചപ്പാത്ത് കട്ടപ്പന പാതയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ദീർഘദൂര ഓട്ടം ഇതിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മരിയൻ ക്യാമ്പസിൽ നിന്ന് ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ഏതാണ്ട് 22 കിലോമീറ്റർ ദൂരമാണ് അതിൽ പിന്നിടേണ്ടത്. ഏതാണ്ട് വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവം ഇതിനുണ്ട്. നിരവധിയായ വലിയ പ്രചരണാർത്ഥം തന്നെ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകൾ, സാധാരണക്കാർ വരെ ഇതിന്റെ പങ്കാളിത്ത സ്വഭാവത്തോടു കൂടി തന്നെ ഇത് പൂർത്തിയാകുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ മലയോര പാതയിൽ ഏതാണ്ട് തിങ്ങി നിറഞ്ഞ രീതിയിൽ തന്നെയാണ് അത്ലറ്റുകൾ അടക്കം അണിനിരന്നിട്ടുള്ളത്. അത് പ്രൊഫഷണലുകളായ അത്ലറ്റുകൾക്ക് ഒപ്പം തന്നെയാണ് തികച്ചും സാധാരണക്കാരായ ആളുകൾ വരെ ഇതിന്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കറിയാം ഈ മലയോര ഹൈവേ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നത് ഈ മേഖലയുടെ ഒരു വികസനത്തിന്, സമഗ്രമായ ഒരു വികസനത്തിനെല്ലാം തന്നെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നത് നമുക്കറിയാം. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന്റെ ഒരു വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇതിന്റെ ഒരു ഈ കൂട്ടിയ ഓട്ടം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഇനിയുള്ള അടുത്ത സ്ട്രെച്ച്, അതിന്റെ ഒരു തുരങ്കപാത, കമ്പം ഭാഗത്തേക്കുള്ള തുരങ്കപാതയുടെ കൂടി ഒരു ഉദ്ഘാടന പരിപാടി, അതായത് അതിന്റെ ഒരു സർവേ അടക്കമുള്ള ഒരു നടപടികളുടെ ഒരു ഔപചാരിക ഉദ്ഘാടനം കൂടിയുണ്ട്. അത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ നിശ്ചയിക്കുകയും ചെയ്തു. നമുക്ക് കാണാം ഇതിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓടി വരുന്നത് അടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിട്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹം ഇതിലെ ഒരു സംഘാടകനാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ആദ്യാന്തം തന്നെ അതിൽ പങ്കെടുക്കുന്ന ഒരാളുമാണ്. നമുക്ക് കാണാം റോഷി അഗസ്റ്റിൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം കടന്നു വരുന്നതെല്ലാം തന്നെ നമുക്ക് കാണുകയും അതുപോലെ തന്നെ നിരവധി പേർ ഇതിന്റെ ഭാഗമാകുന്നു എന്ന് തന്നെയാണ് മലയോര ജനതയുടെ തന്നെ ഒരു വലിയ സ്വപ്നമാണ്, വലിയൊരു ആശയമാണ് പൂർത്തിയാക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ഒരു 40 കിലോമീറ്റർ ദൂരം എന്നത് ഒരു അടയാളപ്പെടുത്തലാണ്. കാരണം ഇനിയും പൂർത്തീകരിക്കുന്ന സ്വപ്നങ്ങളുടെ തന്നെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഏതായാലും അതിൻ്റെ ഒരു പ്രചരണാർത്ഥമാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മിലിൻ സോമനെ പോലെ ദീർഘദൂര ഒരു ഓട്ടക്കാരൻ, നമുക്കറിയാം രാജ്യത്തിന് പുറത്തും തന്നെ വിവിധ ടെറൈനുകളിൽ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള ഒരു താല്പര്യം അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു. ഈ നമ്മുടെ ഒരു ടെറൈനിലേക്ക് ഈ ഹിൽ ഹൈവേ മാരത്തണിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് തന്നെ രാജ്യാന്തര തലത്തിൽ തന്നെ ഇത് അറിയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് കാണാം. അതാ നോക്കൂ, മിലിൻ സോമൻ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വരുന്നു. അതിനൊപ്പം തന്നെ നിരവധിയായ അത്ലറ്റുകൾ അടക്കം അദ്ദേഹത്തോട് ഒപ്പം ചേർന്നിരിക്കുന്നു. ഇതിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ അദ്ദേഹം അഭിസംബോധന പറഞ്ഞുകൊണ്ട് എന്നാൽ വാ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആളുകളെ ഇതിനോടൊപ്പം തന്നെ ചേർക്കുകയായിരുന്നു. ആ വിളി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്ത സ്വഭാവത്തോടു കൂടി തന്നെ ഇതിനൊപ്പം തന്നെ ആളുകൾ അണിനിരക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെല്ലാം തന്നെ എന്നാൽ വാ എന്ന രീതിയിൽ തന്നെയുള്ള ആ ഒരു ടാഗ് ലൈനിൽ നിരവധി പേർ അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ മാരത്തോണുകളായ മുംബൈ, ബാംഗ്ലൂർ, അതോടൊപ്പം തന്നെ ഡൽഹി, കൊച്ചി തുടങ്ങി ഇതിലെല്ലാം തന്നെയും ഇതിൻ്റെ ഒരു സജീവം. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഹിൽ ഹൈവേ മാരത്തോൺ എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഇതായിരിക്കാം ഈ നമ്മുടെ മലയോര മേഖലയുടെ ഒരു വലിയ വികസനത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ മാറ്റുന്ന പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇതെല്ലാം തന്നെ മാറിയാൻ ഇത് സാധ്യമായേക്കാം. ഏതായാലും വലിയ പങ്കാളിത്ത സ്വഭാവത്തോടുകൂടി തന്നെ പോകുന്നു. നമ്മുടെ ഈ പച്ചപ്പുകളിൽ അത് കൂടുതൽ അറിയപ്പെടുന്നതിന് ടൂറിസം പ്രൊമോഷന്റെ എല്ലാം തന്നെ ഭാഗമായിട്ട് ഇത് മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തെ തന്നെ വിവിധ ടെറൈനുകളിൽ തന്റെ ആ ഒരു വഴക്കം തെളിയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ദീർഘദൂര ഓട്ടത്തിലൂടെ തന്നെ അത് അറിയപ്പെടുത്തിയിട്ടുള്ള മിലിൻ സോമൻ തന്റെ 60ാമത്തെ വയസ്സിലും പ്രായമെന്നത് അതൊരു നമ്പർ മാത്രമാണ്, ഒരു അക്കം മാത്രമാണെന്ന് പലതവണ തന്റെ ഒരു ഫിറ്റ്നസിലൂടെ തന്നെ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഒരു താരമാണ് മിലിൻ സോമൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ കൂടി അത് തെളിയിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഇത് കാണാം, കുട്ടിക്കാനത്തിന്റെ ഈ ഒരു സ്വച്ഛതയിൽ, വളരെ സുന്ദരമായ ഒരു പ്രകൃതിയിൽ, നേർത്ത മഞ്ഞിൽ, നേർത്ത തണുപ്പിലെല്ലാം തന്നെ അദ്ദേഹം അതിലൂടെ കടന്നു വരുമ്പോൾ ഇത് രാജ്യാന്തര തലത്തിൽ കൂടി തന്നെ നമ്മുടെ നാടിനെ കൂടി അത് അടയാളപ്പെടുത്തുന്നുണ്ട്. എത്രമാത്രം സുന്ദരമാണ്, എത്രമാത്രം രസകരമാണ് ഈ ഇടങ്ങളെന്നെല്ലാം ടൂറിസം പ്രൊമോഷൻ കൂടി അത് കൃത്യമായി അത് സാധ്യമാകുന്ന രീതിയിൽ തന്നെയാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിലുള്ള ഈ ഒരു വലിയ പ്രയത്നത്തെയും നമുക്ക് മറന്നുകൂടാ. കിഫ്ബിയുടെ ഭാഗമായിട്ട് കിഫ്ബിയുടെ ഏതാണ്ട് 200 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് 40 കിലോമീറ്ററിലധികം ദൂരമുള്ള കട്ടപ്പന അതോട് കുട്ടിക്കാനം റോഡ് വലിയ രീതിയിൽ തന്നെ അത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഈ പാത ഇത് 1331 കിലോമീറ്ററാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു റൂട്ടും കടന്നു വരുന്നത്. അത് വളരെ ഹിൽ ഹൈവേ റണ്ണിന്റെ ഭാഗമായിട്ടുള്ള രാവിലെ മാരത്തനാണ് ഇപ്പോൾ നടക്കുന്നത്. മിലിൻ സോമൻ നയിക്കുന്ന മാരത്തൺ. ഇതാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 203 കോടി രൂപയിലേറെ ഉപയോഗിച്ച് 40.05 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് ഇടുക്കി മലയോര ഹൈവേ പദ്ധതി അത്തരത്തിലാണ് നടപ്പാക്കിയത്. ആദ്യ പാത കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയാണ്. തുടർന്നുള്ള ഘട്ടങ്ങളിൽ കട്ടപ്പന, പുളിയൻമല വരെയും പിന്നീട് അത് വ്യാപിപ്പിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ഈ ഹൈവേയിൽ ഏതാണ്ട് 9 മീറ്റർ വീതിയുള്ള ബിറ്റുമിനസ് മെക്കാഡം, ബിറ്റുമിനസ് കോൺക്രീറ്റ് സർഫേസിംഗ്,
ഇങ്ങനെ വളരെ ആധുനികമായിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഡാനി ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഡാനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാനി, വളരെ മനോഹരമായിട്ടുള്ളൊരു പാതയാണ് അത്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗിയും ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു പക്ഷേ സൈഡുകളിൽ, വശങ്ങളിൽ തേയിലക്കാടുകളുണ്ട്. മാത്രമല്ല ഇടുക്കിയുടെ നേരത്തെ ഡാനി സൂചിപ്പിച്ച ആ സ്വച്ഛത എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പാത മനോഹരമായി തന്നെ ഒരു വികസനത്തിൻ്റെ മാതൃകയെ തന്നെ നിൽക്കുന്നു. അവിടെ എന്താണെങ്കിലും മിലിന്ദ് സോമനോടുന്ന് കൂടെ റോഷി അഗസ്റ്റ്യൻ മന്ത്രി കൂടി പങ്കുചേരുന്നത് വളരെ സന്തോഷം നൽകുന്നു മലയാളികളെ സംബന്ധിച്ച്. എന്താണെങ്കിലും ഇത് എത്ര മണിവരെ, എപ്പോഴാണ് ഇതിൻ്റെ സമാപനം ഉദ്ദേശിക്കുന്നത്? ഈ ആദ്യ 20 കിലോമീറ്റർ ഓടി പിന്നീട് മിലിന്ദ് സോമൻ ഉൾപ്പെടെയുള്ളവർ വാഹനത്തിൽ പോകുന്ന ഒരു പ്ലാനിലല്ലേ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? അത് തന്നെയാണ് എൽദോ. ആദ്യത്തെ 21 കിലോമീറ്റർ അത് ഈ ചപ്പാത്ത് പരിസരത്ത് അവസാനിക്കും. 21 കിലോമീറ്റർ ദൂരം എന്ന് പറയുന്നത് ചപ്പാത്തിൽ അവസാനിക്കും. ചപ്പാത്തിൽ അവസാനിച്ചതിന് ശേഷം ഇതിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യും. അപ്പോൾ ഇതിന്റെ ഒരു ആദ്യ പകുതി അവിടെ അവസാനിക്കുന്നു. പിന്നീട് കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ഒരു റോഡ് ഷോയാണ്, മിലിന്ദ് സോമന്റെ ഒരു റോഡ് ഷോയാണ്. വിവിധ ചുറ്റുപാടുകളെ അഭിവാദനം ചെയ്തുകൊണ്ട് അദ്ദേഹം തുറന്ന ജീപ്പിൽ അവിടേക്ക് സഞ്ചരിക്കുന്നു. മന്ത്രി അടക്കമുള്ള പ്രമുഖർ അപ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള ദൂരം ഏതാണ്ട് 20 കിലോമീറ്ററോളം ദൂരത്തിലാണ് പിന്നീട് പോകുന്നത്. അത് റോഡ് ഷോ ആയിരിക്കും. 21 കിലോമീറ്ററാണ്. ആദ്യത്തെ 21 കിലോമീറ്ററാണ് നമ്മൾ ഈ മാരത്തൺ എന്ന് നമുക്ക് പറയാവുന്നത്, ഈ ഓട്ടം എന്ന് നമുക്ക് പറയാവുന്നതെല്ലാം തന്നെ അതാണ്. ഏതായാലും അത്തരം അതിനുശേഷം ആ പൂർത്തീകരണത്തിന് ശേഷം ബാക്കിയുള്ള 20 കിലോമീറ്ററോളം ദൂരം അദ്ദേഹം റോഡ് ഷോ നടത്തി അവിടേക്ക് എത്തിച്ചേരുകയും അവിടെ ആളുകളുമായിട്ട് അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. അവിടെ വെച്ച് ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹം ഓൺലൈനായി ഇതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇനി വരാനിരിക്കുന്നത് ഈ തുരങ്കപാതയുടേതടക്കമുള്ള ഒരു സർവേ നടപടികളടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്തു. അതിനുശേഷം 8:30 ചപ്പാത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ മാരത്തൺ എത്തുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ പങ്കാളിത്ത സ്വഭാവത്തോടുകൂടി തന്നെ ഇത് നടത്തപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ ഈ ഹൈവേയുടെ ഒരു പ്രാധാന്യം അത് ലോകത്തെ അറിയിക്കുക. ഇവിടെ ഇങ്ങനെയൊരു പാത യാഥാർത്ഥ്യമായിരിക്കുന്നു. മികച്ച നിലവാരത്തിൽ ഏറ്റവും ആധുനികകരമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മലയോര മേഖലയുടെ സമഗ്ര വികസനത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 200-ലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സുന്ദരമായ ഒരിടം ഇത് തീർത്തിരിക്കുന്നു. ഇതിലേക്കൂടി കടന്നു പോകാൻ മലയോര മേഖലയുടെ വികസനം നേരത്തെ പല സമയങ്ങളിലായിട്ട് തന്നെ ഈ പാത വികസനവും കാര്യങ്ങളുമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഇതിലേക്കൂടി കടന്നു പോകാൻ തന്നെ പലപ്പോഴും ദുഷ്കരമായിരുന്ന ഒരിടത്ത് ഇതാ സുന്ദരമായി തന്നെ ഒരു പാത തീർത്തിരിക്കുന്നു. ഇവിടേക്ക് കടന്നു വരുന്നവർക്ക് ടൂറിസം മേഖലയുടെ തന്നെയും കൂടി ഒരു വികസനത്തിനൊപ്പം തന്നെയാണ് ഈ നാടിന്റെ വികസനം എന്നത് കൂടി നമ്മൾ പറയേണ്ടത്. ഈ നാടിന്റെ മുഴുവൻ സാധ്യതകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് കിഫ്ബിയുടെ ഈ പാത യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നത് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ ദൃശ്യങ്ങൾ പണ്ട് നേരത്തെ ഓർക്കാം എൽദോ. ഈ അരിക്കൊമ്പനെയും കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ഇതിന്റെ ഒരു ഡ്രോൺ വിഷൻസ് എല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്യുന്ന അതെല്ലാം തന്നെ മലയോര മേഖലയുടെ ആ ഒരു സാധ്യതകൾ, ആ റോഡിന്റെ വികസനം എത്ര കണ്ട് പൂർത്തിയായിരിക്കും, എത്ര കണ്ട് വികസനമായിരിക്കും എന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇതൊരിക്കൽ കൂടി ആ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.